ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം 2 സീരിയൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്കാണ് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ മാമൻ 25,000 രൂപയുടെ വാച്ച് സുകന്യയ്ക്ക് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ 25,000 രൂപ കടയിൽ നിന്ന് കാണാതെ ആയത് ബാലൻ ചോദിക്കുന്നുണ്ട് ധർമ്മനോട്. ധർമ്മ, നീ ആ 25,000 രൂപ എങ്ങാനും എടുത്തിരുന്നോ എന്ന് ചോദിക്കുകയാണ്. കാരണം നിൻ്റെ കയ്യിൽ പൈസയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സുകന്യയ്ക്കാണെങ്കിൽ 25,000 രൂപയുടെ വാച്ച് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നീ ആ 25,000 രൂപ എങ്ങാനും കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും ധർമ്മം വല്ലാതെ ഫീൽ ആവുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, ധർമ്മ, നിനക്ക് വല്ല അബദ്ധവും പറ്റിയെങ്കിൽ നീ തുറന്നു പറ എന്ന് പറയുമ്പോഴേക്കും ധർമ്മൻ, ചേച്ചി അതുപോലെ തന്നെ അളിയാ, നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഗോമതി സ്റ്റോഴ്സിൽ പൈസ എനിക്ക് അങ്ങനെ അടിച്ചു മാറ്റേണ്ട ആവശ്യമില്ല അളിയാ. അയ്യോ, നീ അടിച്ചു മാറ്റി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങാനും നിനക്കിപ്പോൾ സുകന്യയ്ക്ക് വാച്ച് മേടിക്കാൻ എന്ന് തോന്നിയപ്പോൾ പൈസ എങ്ങാനും എടുത്തിരുന്നോ എന്ന് ചോദിച്ചേ ഉള്ളൂ. പക്ഷേ ധർമ്മൻ അത് വേറെ രീതിയിലാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ആ രീതി തന്നെ എടുക്കാനേ ആർക്കും സാധിക്കുകയുള്ളൂ. ധർമ്മം വിചാരിക്കുന്നു താൻ ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് മോഷ്ടിക്കാറുണ്ട് എന്ന രീതിയിൽ ബാലൻ പറഞ്ഞു എന്നാണ്. ധർമ്മൻ അത് ഫീൽ ചെയ്തു കേട്ടോ. അതുകൊണ്ട് തന്നെ ധർമ്മം വേഗം തന്നെ റൂമിലേക്ക് കയറിയിട്ട് കഥ കടയ്ക്കുകയാണ്. കുറച്ച് നേരം ആലോചിച്ചിരിക്കുന്നുണ്ട്. അതിനുശേഷം ധർമ്മം വേഗം ബാഗും തൻ്റെ സാധനങ്ങളൊക്കെ തന്നെ ഒരു ബാഗിലാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. സുകന്യയോടും ചോദിക്കുന്നുണ്ട്, കട കടയ്ക്കുകയാണ്. ബാഗിലാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാണ്. സുകന്യ അടുത്ത് പറയുന്നുണ്ട്, സുകന്യ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ എടുത്തിട്ട് ഇപ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറയുകയാണ്. പാതി കേൾക്കാതെ സുകന്യ വേഗം തന്നെ റൂമിലേക്ക് പോയിട്ട് തൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പെട്ടിയിലാക്കിയിട്ട് വേഗം തന്നെ ധർമ്മൻ്റെ സുകന്യയാണെങ്കിൽ അപ്പം തന്നെ റൂമിൽ പോയിട്ട് ഓടി സാധനങ്ങളൊക്കെ എടുത്ത് വേഗം ധർമ്മൻ്റെ കൂടെ ഇറങ്ങാൻ വേണ്ടി പുറപ്പെടുകയാണ്. അപ്പോൾ ഗോമതി പറയുകയാണ്, എടാ ധർമ്മ, നീ എന്താ കാണിക്കുന്നത്? എടാ, ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. വേണ്ട ചേച്ചി, പിന്നെ ഒന്നും പറയണ്ട. എടാ, നീ ഇത് എവിടേക്കോ പോണത് എന്ന് പറയുമ്പോൾ ബാലൻ പറയണ്ട, ഗോമതി അവൻ എവിടെയും പോകില്ല, അവനെ നമ്മളെ വിട്ടിട്ട് എവിടെയും പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ധർമ്മം പറയാം, പോകാൻ പറ്റും. ഇത്രയും നാൾ ഞാൻ വിചാരിച്ചത് എൻ്റെ വീട്, എൻ്റെ അളിയൻ, എൻ്റെ ചേച്ചിയുടെ ചേച്ചി എന്നൊക്കെയാണ്. നിങ്ങളുടെ മക്കൾ എൻ്റെ സ്വന്തം എന്നാണ്, മരുമക്കൾ എന്നൊക്കെ വിചാരിച്ച് നിങ്ങളെയൊക്കെ ഞാൻ സ്നേഹിച്ചു. ഈ വീട് എൻ്റെ സ്വന്തം വീട് ആയിട്ട് ഞാൻ കണ്ടു. അളിയൻ്റെ മക്കളും ആ കടയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷേ മക്കളെ ഒന്നും അളിയൻ എന്താണ് സംശയിക്കാത്തത്? ഇല്ല, എന്നെയാണ് സംശയിച്ചത്. അതുകൊണ്ട് വേണ്ട അളിയ, ഞാൻ ഇനി ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് ശരിയാവില്ല. നാളെ ഒരു സമയത്ത് ഗോമതി സ്റ്റോഴ്സിൽ നിന്ന് ഒരു മുട്ടുസൂചി പോയാൽ പോലും അളിയനെ സംശയിക്കും. എന്തിനാ വെറുതെ? ഇപ്പോഴാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ശത്രുതയോ ദേഷ്യമോ ഒന്നുമില്ല. ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയാണെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ബാലൻ, പോട്ടടാ, ഞാൻ ആ ഒരു ഇതിൽ ചോദിക്കുന്നേ ഉള്ളൂ, നീ അത് വേറെ രീതിയിൽ നിന്ന് മനസ്സിൽ വിചാരിക്കില്ലേ, നീ അത് വിട്ട് കളയടാ, പോട്ടടാ എന്നൊക്കെ പറയാണ് നമ്മുടെ ബാല. ഇല്ല അളിയ, അളിയന് വെറുതെ ഇരിക്കുക, എനിക്ക് പോകണം. സുകന്യ, നീ വന്നേ, നമുക്ക് പോകണം എന്ന് പറയാണ് നമ്മുടെ അളിയൻ. അപ്പോൾ ആരും പറയുന്നുണ്ട്, മാമ പ്ലീസ് മാമ, നമുക്ക് എന്താണെങ്കിലും പറഞ്ഞു തീർക്കാം മാമ എന്ന് പറയുമ്പോൾ, ഇല്ല, ഇതിലൊന്നും പറഞ്ഞു തീർക്കാൻ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാമായിരുന്നു. പക്ഷേ ഇത് എൻ്റെ നേരെ മോഷണ ശ്രമം അല്ലെങ്കിൽ മോഷണ കുറ്റമാണ് വെച്ചിരിക്കുന്നത്. എനിക്ക് ആരുടെയും 10 പൈസ പോലും വേണ്ട. അളിയൻ പല പ്രാവശ്യം മാസത്തിൽ പൈസ സാലറി ആയിട്ട് നീ എടുത്തോന്നും പറഞ്ഞ് ധർമ്മനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ അതിൽ നിന്ന് 10 പൈസ പോലും എടുക്കാറില്ല. ഞാൻ ഇന്ന് സുകന്യയ്ക്ക് വാച്ച് മേടിച്ച് കൊടുത്ത പൈസ എവിടെയാണ് എന്നാണ് അളിയൻ ചോദിച്ചില്ലേ? ഞാനൊരു ചിട്ടി പിടിച്ചാണ് സുകന്യയ്ക്ക് വാച്ച് വാങ്ങിച്ചു കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് വേഗം ആ റിസിപ്റ്റ് കാണിച്ചു കൊടുക്കും കേട്ടോ. കണ്ടില്ലേ, അത് അല്ലാതെ അളിയൻ്റെ ആ കടയിൽ നിന്ന് എടുത്ത പൈസ ഒന്നും അല്ല. നീ എന്താ പറഞ്ഞേ? എൻ്റെ കടയെന്നോ? അതെ, ഇനി മുതൽ അത് അളിയൻ്റെയും അളിയൻ്റെ മക്കളുടെയും ഈ മരുമക്കളുടെയും അളിയൻ്റെയും ഭാര്യയുടെയും കടയാണ്. എനിക്ക് അതിൽ ഒരു അവകാശവുമില്ല. സുകന്യ, വാ ഇറങ്ങാമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ ദേവിക്ക് ആകെ വിഷമമാക്കാം. ദേവി വേഗം തന്നെ ധർമ്മൻ്റെ അടുത്തേക്ക് ഓടി വരാം. മാമ പ്ലീസ് മാമ പോവല്ലേ, ഞാൻ ഗോമതി സ്റ്റോഴ്സിൽ വന്നതുകൊണ്ട് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായത്. ഞാൻ ഗോമതി സ്റ്റോഴ്സിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ധർമ്മം പറയാം, ദേവി, എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല മോളെ. നോക്ക, നീ ഗോമതി സ്റ്റോഴ്സിൽ വന്നാലും ഇല്ലെങ്കിലും ഈ 25,000 രൂപ പോയത് തന്നെയാണ്. നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 25,000 രൂപ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ എന്നെ
അതുകൊണ്ട് നീ തെറ്റുകാരിയൊന്നുമല്ല. ഇനിയിപ്പോൾ 25,000 പോയുള്ളൂ. നാളെ ഇപ്പോൾ 1,00,000 പോയാണെന്താ എന്നുണ്ടെങ്കിൽ അതിലും എന്നെ സംശയിക്കില്ലേ? എൻ്റെ ഭാര്യയ്ക്ക് ഒരു കുപ്പിവള പോലും കുപ്പിവളയോ അല്ലെങ്കിൽ ഒരു പൊട്ടോ വാങ്ങിച്ചു കൊടുക്കാൻ അത് ഞാൻ കോമഡി സ്റ്റോഴ്സിൽ നിന്ന് കട്ടെടുത്ത പൈസയാണെന്ന രീതിയിൽ ഇവർ സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി വേണ്ട, ഇനിയിപ്പോൾ ഒന്നിനുമില്ല എന്ന് പറഞ്ഞിട്ട് സുകന്യയും കൂട്ടിക്കൊണ്ട് ധർമ്മ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. സുകന്യ വിചാരം എന്താ, നേരെ കൃഷ്ണമംഗലത്തേക്ക് പോകാം, അവിടെ AC കിടന്നുറങ്ങാം, നമ്മുടെ സുകന്യയുടെ വിചാരം. പക്ഷെ ധർമ്മ നേരെ റോട്ടിലേക്ക് ഇറങ്ങി കേട്ടോ. സുകന്യ ചോദിക്കുന്നുണ്ട്, അല്ല ധർമ്മേട്ടാ, ഇതെവിടേക്കാണ് പോണത്? അല്ല, നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നതല്ലേ, പിന്നെ എന്താ ആണ് അറിയേണ്ടത്? കാര്യം എന്താണ്? നമ്മൾ പോകേണ്ട വല്ല ഏതെങ്കിലുമൊക്കെ ചെറിയൊരു റൂം എന്തെങ്കിലും എടുക്കാം, അവിടേക്ക് മാറാം, പിന്നെ നല്ലൊരു വീട് സെറ്റാക്കി എടുക്കാം നമുക്ക്. അവിടേക്ക് ഇപ്പം മാറാം. ഞാൻ എന്ത് കൂലിപ്പണി എടുത്താണെങ്കിൽ നിന്നെ നോക്കിക്കോളാം എന്ന് പറയണം. അല്ല, നമുക്ക് കൃഷ്ണമംഗലത്ത് പോയിക്കൂടെ? അത് ധർമ്മേട്ടനും കൂടെ അവകാശപ്പെട്ട വീടല്ലേ എന്ന് ചോദിക്കുകയാണ്. കൃഷ്ണമംഗലത്തോ? ഇപ്പം തൽക്കാലത്തേക്ക് പോകുന്നില്ല, അത് അളിയനും ചേച്ചിക്കും കുറച്ച് നാണക്കേടാകും. ഓ, അപ്പോൾ നിങ്ങൾ അവരെ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് നാണക്കേടായിട്ടില്ല തോന്നിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് ഞാനും ഏടത്തിയും എൻ്റെ ചേച്ചിയും അളിയനും തമ്മിലുള്ള പ്രശ്നമാണ്, അത് ഞങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ പറഞ്ഞു തീർത്തോളാം. എന്തായാലും കൃഷ്ണമംഗലത്തേക്ക് പോയിട്ട് അവരുടെ ഒരു ശത്രുത കൂടി എനിക്ക് അവരെ ചതിക്കാനും വയ്യ. അതുകൊണ്ട് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയി നിൽക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും റൂം എടുക്കാം, നാളെ ഏതെങ്കിലും ചെറിയൊരു വാടക വീട് നോക്കാം. വാടക വീടോ? എനിക്കൊന്നും പറ്റില്ല, വാടക വീട്ടിലൊന്നും ഞാൻ നിൽക്കില്ല, എനിക്ക് നിൽക്കേണ്ട കാര്യവുമില്ല, എനിക്ക് സൗകര്യമുള്ള വീട് തന്നെ വേണമെന്ന് പറയണം. ധർമ്മം പറയുന്നുണ്ട്, സുകന്യ നിനക്ക് വേണമെങ്കിൽ കൃഷ്ണമംഗലത്തേക്ക് പോകാൻ ഞാൻ പിന്നെ തടയില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ പിന്നെ നീ ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ സുകന്യയ്ക്ക് ചെറിയൊരു ടെൻഷനാവുന്നുണ്ട്. സുകന്യ അപ്പോൾ തന്നെ ധർമ്മൻ്റെ കൂടെ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ്. വാടക വീട് എന്തെങ്കിലും നിൽക്കാം, അങ്ങോട്ട് പോവുകയാണ്. ദേവിയാണെങ്കിൽ വല്ലാത്ത വിഷമമാണ്. ദേവി ബാലനോട് പറയണം, ബാലച്ച എല്ലാത്തിനും കാരണം ഞാനാണ്, എൻ്റെ ശ്രദ്ധക്കുറവാണ് പറഞ്ഞിട്ട് ഇതെല്ലാം സംഭവിച്ച് എന്നോട് ക്ഷമിക്കും ബാലച്ച എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേവി അപ്പോഴേക്കും ആനന്ദ് പറയാം, അതെ, അതാ ഇവിടെ എല്ലാത്തിനും കാരണം ഇവളെ അപ്പോഴേ ഞാൻ പറഞ്ഞ ഗോമതി സ്റ്റോഴ്സിലൊന്നും കൊണ്ടുപോകാൻ നിൽക്കണ്ട. ഇപ്പോൾ എന്തായി വേണ്ടേ? ഇനിയിപ്പോൾ ഇതാരും ദേവിയുടെ മോളുടെ മെക്കിട്ട് കയറാൻ നിൽക്കണ്ട. ധർമ്മ, ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് ഗോമതി പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ദേവി ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകുന്നില്ല കേട്ടോ. അപ്പോൾ ബാലൻ പറയാം, മോളെ നീ വിഷമിക്കൊന്നും വേണ്ട, നീ ഗോമതി സ്റ്റോഴ്സിലേക്ക് വാ, നീ നോക്കിക്കോ, ധർമ്മ ഗോമതി സ്റ്റോഴ്സിലേക്ക് വന്നിരിക്കുക എന്നൊക്കെ പറയണം. അങ്ങനെ ദേവിയും പോകുന്നുണ്ട്. ചിലപ്പോൾ ധർമ്മമാമ വന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒത്തുതീർപ്പാക്കാമല്ലോ. ദേവി ഗോമതി സ്റ്റോഴ്സിലേക്ക് പോവാട്ടോ. അങ്ങനെ പോകുമ്പോൾ ധർമ്മം വരുന്നേയില്ല. അവിടെ രാമേട്ടനുണ്ട്. ബാലൻ ആ സമയത്ത് അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ രാമേട്ടനടുത്ത് എങ്ങനെ ദേവി പറയുന്നുണ്ട്, ഇങ്ങനെ 25,000 രൂപ കാണാതെ 2 ഘട്ടമായിട്ടാണ് ബാലച്ചൻ കൊണ്ടുവന്നത്. അതിൽ 25,000 രൂപ 50,000 രൂപ മൊത്തം വെച്ചതാണ്. 2 കെട്ട് 25,000 2 കെട്ടായിട്ട് വെച്ചത്. അതിലൊരു കെട്ട് മാത്രമേ ഉള്ളൂ, ഒരു കെട്ട് കാണുന്നില്ല. ഇന്നലെ ഞാൻ ചായ കുടിക്കാൻ പോയപ്പോഴായിരിക്കും രാമേട്ടൻ കസ്റ്റമർ വന്ന സമയത്ത് ഏതെങ്കിലും കസ്റ്റമർ മേശപ്പുറത്ത് എങ്ങാനും വെച്ച അല്ല ആരെങ്കിലും എടുക്കുന്നത് എങ്ങാനും കണ്ടിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അയ്യോ ദേവി മോളെ, അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. അല്ല, ഇവിടെ CCTV ഇല്ലേ, CCTV നോക്കിയാൽ പോരെ എന്ന് പറയണം. അല്ല, എന്നിട്ട് വേറെ ആരെങ്കിലും വന്നിരുന്നു ദേവി ചോദിക്കുക. അയ്യോ പറയാൻ മറന്നു, ദേവി മോളുടെ അച്ഛൻ വന്നിരുന്നു, മോള് ഇവിടെ ഇല്ല, ചായ കുടിക്കാൻ പോയ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ ഇറങ്ങി പോവുകയും ചെയ്തു എന്ന് പറയാണ്. അത് കേട്ടപ്പോൾ തന്നെ ദേവിക്ക് മനസ്സിലായി ഇതിനെല്ലാം ഉത്തരവാദി നമ്മുടെ ഉദയഭാനുവാണെന്ന്. ദേവി അപ്പോൾ തന്നെ ഞാനൊരു ചായ കുടിച്ചിട്ട് വരാമെന്ന്. വേണ്ട, അവിടെ അങ്ങോട്ട് ഇറങ്ങുക കേട്ടോ. ഇറങ്ങിക്കഴിഞ്ഞ് പെട്ടെന്ന് അപ്പുറത്തേക്ക് പോയിട്ട് ഫോൺ എടുത്തിട്ട് നമ്മുടെ ഉദയഭാനു വിളിക്കുകയാണ്. അച്ഛൻ്റെ ഇപ്പോൾ ഇവിടെയാ, ഞാൻ വീട്ടിൽ. മോളെ എന്താ മോളെ, ഞാൻ ഗോമതി സ്റ്റോഴ്സിലേക്ക് വരണോ? അച്ഛനോട് അച്ഛൻ്റെ മുട്ടുകാല് ഞാൻ തല്ലി ഒടിക്കും. അച്ഛൻ ഇന്നലെ ഇവിടെ വന്നിരുന്നല്ലേ? ഞാൻ അവിടെ വന്നിരുന്നു. അപ്പോൾ നീ അവിടെ ഇല്ലെന്ന് ആ രാമൻ ചേട്ടൻ അയാൾ പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്തു. തിരിച്ചു പോയപ്പോൾ അച്ഛൻ മേശപ്പുറത്ത് 25,000 രൂപ മോഷ്ടിച്ചോ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ബൂസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് 2,000 രൂപ മോഷ്ടിച്ചോ. സത്യം പറ അച്ഛാ, അതേ ഇവിടെ CCTV ഉണ്ട്, CCTV എങ്ങാനും നോക്കി കഴിഞ്ഞാൽ അച്ഛൻ വിട്ടുപോകും. ഇപ്പോൾ 25,000 രൂപ കാണാതായില്ലേ? ധർമ്മമാമനെയാണ് കുറ്റം ആക്കിയത്. വീട്ടിൽ നിന്ന് പുറത്തു പോയിരിക്കാം ധർമ്മമാമൻ. അതുകൊണ്ട് ആരിനും ആകാശം CCTV നോക്കിയാൽ
കഴിഞ്ഞാൽ അതിൽ തീർന്നു അച്ഛൻ്റെ കള്ളക്കളി. അതുപോലെ ആ 25,000 രൂപ മര്യാദയ്ക്ക് ഇവിടെ ഒക്കെ കൊണ്ടുവന്നോ, അല്ലെങ്കിൽ അച്ഛൻ്റെ കള്ളക്കളി ഇതോടെ എല്ലാവരും പിടിക്കും എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ ഉടനെ ഉദയഭാനു കുറിച്ച് ഒരു ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു ഐഡിയ നമ്മുടെ ആകാശും അനന്തും ആര്യനും ഒക്കെ പറയുന്നുണ്ട്. CCTVയിൽ അന്ന് കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ ഒരെണ്ണം, നമ്മൾ ദേവമംഗലത്ത് ഒരെണ്ണം നമ്മുടെ ഗോമതി സ്റ്റോഴ്സിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗോമതി സ്റ്റോഴ്സിൽ CCTV ദൃശ്യം നോക്കുമ്പോൾ ആയിരിക്കും അവിടെ നമ്മൾ ഉദയഭാനു വന്നിരുന്ന് കാണുന്നത്. അപ്പോൾ ആർക്കും ഉദയഭാനുവിനെ സംശയമില്ല. കാരണം അയാൾ കോടീശ്വരനാണല്ലോ. പക്ഷെ ദേവിക്കറിയാൻ തൻ്റെ അച്ഛൻ തന്നെയാണ് ഇത് ചെയ്തതെന്ന്. അതുകൊണ്ട് ദേവി തന്നെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് അതേ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെക്കുക, കൊണ്ടുവന്ന് വെക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഗോമതി സ്റ്റോഴ്സിലെ പൈസ കാണാതെ പോയത് CCTV നോക്കുമ്പോൾ ഇനിയിപ്പം ഉദയഭാനു എടുത്തതെന്ന് എല്ലാവരും തെളിയൂലോ. അത് കാരണം വേഗം തന്നെ മകളെ അച്ഛനെ വിളിച്ചിട്ട് വേഗം കൊണ്ട് വെച്ചോ, ഇല്ലെങ്കിൽ പ്രശ്നമാവും എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഉദയഭാനു കൊണ്ടുവന്ന് വെക്കും. അതാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.